കഴിഞ്ഞ വീഡിയോകളിലായിട്ട് നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്നത് വെക്റ്റർ സ്പേസ് ഡിഫൈൻ ചെയ്യുക അല്ലേ. നമുക്ക് ആ ശ്രമം തുടരാം. ആ വീഡിയോകളിൽ പറഞ്ഞ പ്രധാനപ്പെട്ട കാര്യങ്ങൾ ജസ്റ്റ് ഒന്ന് ഓർക്കാം. നമുക്കാദ്യം നമ്മൾ രണ്ട് ടൂൾസ് പരിചയപ്പെട്ടു. ഒന്ന് സ്കാലാസ്, മറ്റൊന്ന് വെക്റ്റേഴ്സ്. സ്കാലാർ എന്ന് പറയുമ്പോൾ നമ്മുടെ മനസ്സിലേക്ക് ഇപ്പോൾ വരുന്നത് റിയൽ നമ്പേഴ്സ് ആണ്. അതുപോലെ തന്നെ വെക്റ്റർ എന്ന് പറയുമ്പോൾ നമ്മുടെ മനസ്സിലേക്ക് ഇപ്പോൾ വരുന്നത് ഡയറക്റ്റ് ലൈൻ സെഗ്മെൻറ്റ്സ് ആണ്. ഈ രണ്ട് ടൂൾസും നമ്മൾ കഴിഞ്ഞ രണ്ട് വീഡിയോകളായിട്ട് ചെറിയ രീതിയിൽ നമ്മൾ പരിചയപ്പെട്ടു. മാത്രമല്ല നമ്മൾ പറഞ്ഞു വെച്ചു ഈ രണ്ട് വേർഡ്സും കുറച്ചുകൂടി കഴിഞ്ഞാൽ നമ്മൾ ജനറലൈസ് ചെയ്യും. അതായത് കുറച്ചുകൂടി കഴിഞ്ഞാൽ സ്കാലർ എന്ന് പറഞ്ഞാൽ അത് റിയൽ നമ്പർ മാത്രമായിക്കോളണമെന്നൊന്നുമില്ല, വെക്ടർ എന്ന് പറഞ്ഞാൽ ഡയറക്റ്റ് ലൈൻ സെഗ്മെൻറ്റ്സ് മാത്രമായിക്കോളണമെന്നില്ല. വേറെയും പലതിനെയും നമ്മൾ സ്കാലർ എന്നും വെക്ടർ എന്നൊക്കെ വിളിക്കും. ഒക്കെ വെയിറ്റ് ആൻഡ് സീ. ബട്ട് നൗ സ്കാലാസ് മീൻസ് റിയൽ നമ്പേഴ്സ്, വെക്ടേഴ്സ് മീൻസ് ഡയറക്റ്റ് ലൈൻ സെഗ്മെൻറ്റ്സ്. ഇത് നമ്മൾ പറഞ്ഞു വെച്ചാണ്. ഓക്കെ. പിന്നെ നമ്മൾ ഓർക്കേണ്ട ഒരു കാര്യം, രണ്ട് വെക്ടേഴ്സ് എക്സും വൈയും എപ്പോഴാണ് ഈക്വലാണെന്ന് പറയാം. ആ എക്സിനും വൈക്കും സെയിം ഡയറക്ഷൻ ആയിരിക്കണം, രണ്ടും ഒരേ ഡയറക്ഷനിലായിരിക്കണം. മാത്രമല്ല രണ്ടിൻ്റെയും മാഗ്നിറ്റ്യൂഡും സെയിം ആയിരിക്കണം അല്ലേ. ഒരു വെക്ടറിൻ്റെ മാഗ്നിറ്റ്യൂഡ് എന്ന് പറഞ്ഞാൽ അതിൻ്റെ ലെങ്ത്താണ്. സോ എക്സിൻ്റെയും വൈൻ്റെയും മാഗ്നിറ്റ്യൂഡും സെയിം ആണ്, ഡയറക്ഷനും സെയിം ആണ്. അപ്പോൾ നമ്മൾ പറയും എക്സ് ഇസ് ഈക്വൽ ടു വൈ. നമുക്കറിയാം, കഴിഞ്ഞ വീഡിയോ ഡിസ്കസ് ചെയ്താണ്. പിന്നെ ഇനി നമ്മളിവിടെ ഓർക്കാനുള്ള ഒരു പ്രധാനപ്പെട്ട സാധനം എന്താ, നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ ഡീറ്റെയിൽ ആയി ഡിസ്കസ് ചെയ്ത ട്രയാങ്കിൾ ഓഫ് വെക്ടർ അഡീഷൻ നമുക്ക് ഓർക്കേണ്ടതുണ്ട്. പക്ഷേ അതിൻ്റെ ഇടയ്ക്ക് ഞാനൊരു പുതിയ കാര്യം ഇവിടെ ആഡ് ചെയ്യട്ടെ. കഴിഞ്ഞ വീഡിയോ പറയാൻ വിട്ടതാണ്. അപ്പോൾ അത് ആഡ് ചെയ്യാൻ പറ്റിയൊരു സ്ഥലം, നല്ല സ്ഥലം ഞാൻ തോന്നുന്നുണ്ട് ഇവിടെ ആഡ് ചെയ്യുന്നത്. കാര്യം ഇതാണ്, നമുക്കറിയാം ഒരു വെക്ടർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അല്ലേ, ഒരു ഡയറക്റ്റ് ലൈൻ സെഗ്മെൻറ്റ് എന്ന് പറഞ്ഞാൽ അതിനൊരു ഇനീഷ്യൽ പോയിൻ്റ് ഉണ്ടാവും, ഒരു ടെർമിനൽ പോയിൻ്റ് ഉണ്ടാവും, ഒരു ഡയറക്ഷൻ, അങ്ങനെയൊക്കെയുള്ള ഒരു ലൈൻ സെഗ്മെൻ്റ് ആണ് നമ്മൾ ഡയറക്റ്റ് ലൈൻ സെഗ്മെൻറ്റ് അല്ലെങ്കിൽ വെക്ടർ എന്ന് പറഞ്ഞത്. ഓക്കെ, ആ കൂട്ടത്തിലേക്ക് ഞാനൊരു പുതിയൊരാളെ ആഡ് ചെയ്യട്ടെ. ഇത് നമ്മുടെ ഒരു പോയിൻ്റ് കാണാൻ വേണ്ടി ഞാൻ ലക്ഷം വലുപ്പത്തിൽ മാർക്ക് ചെയ്ത് തരാം. പോയിൻ്റ്, ഈ പോയിൻറ്റിനെയും നമ്മളൊരു വെക്ടറായി പരിഗണിക്കും അല്ലേ. ശരിക്കും നോക്കുകയാണെങ്കിൽ ഒരു വെക്ടറിന് ഒരു ഇനീഷ്യൽ പോയിൻ്റ് പിന്നെ വേറൊരു ടെർമിനൽ പോയിൻ്റ് ഒക്കെ ഉണ്ടാവും. പോയിൻറ്റിനെ സംബന്ധിച്ചിടത്തോളം അങ്ങനെയൊക്കെ ഉണ്ടോ? ഉണ്ട് എന്ന് പറയാം. അങ്ങനെ അറിയോ? ഈ പോയിൻറ്റിൻ്റെ ഇനീഷ്യൽ പോയിൻറ്റും ടെർമിനൽ പോയിൻറ്റും സെയിം ആണ്. ഇവിടെ ഇനീഷ്യൽ പോയിൻറ്റും ടെർമിനൽ പോയിൻറ്റും വേറെ വേറെ ആണ്. പോയിൻറ്റിൻ്റെ കേസിൽ ഇനീഷ്യൽ പോയിൻറ്റും ടെർമിനൽ പോയിൻറ്റും സെയിം ആണ്, ദേ ആർ ഈക്വൽ, അത്രയേ ഉള്ളൂ. അപ്പോൾ അങ്ങനെ ആകുമ്പം ഇതിന് ലെങ്ത് ഉണ്ടാവുമോ, മാഗ്നിറ്റ്യൂഡ് ഉണ്ടാവുമോ? ഇല്ല. ഇനീഷ്യൽ പോയിൻറ്റും ടെർമിനൽ പോയിൻറ്റും സെയിം ആയിപ്പോയതുകൊണ്ട് തന്നെ ഇതിൻ്റെ മാഗ്നിറ്റ്യൂഡ് 0 ആണ്. സോ പോയിൻറ്റിൻ്റെ മാഗ്നിറ്റ്യൂഡ് 0 ആണ്. ഇനി ലെങ്ത് ഇല്ലാത്തതുകൊണ്ട് തന്നെ ഡയറക്ഷൻ ഡിസ്കസ് ചെയ്യാൻ പറ്റുമോ? ഇല്ല. അപ്പം പോയിൻറ്റിന് ലെങ്ത് ഇല്ല, ലെങ്ത് നോട്ട് ഡിഫൈൻഡ് എന്ന് വേണമെങ്കിൽ പറയാം, അല്ലെങ്കിൽ ഇൻഡിറ്റർമിനേറ്റ് എന്നൊക്കെ ചില ടെക്സ്റ്റിൽ അങ്ങനെയും കാണും. അത്തരം ഡിസ്കഷൻസിലേക്കും നമ്മൾ പോകുന്നില്ല, അത് തീരെ ഇമ്പോർട്ടൻ്റ് അല്ല നമ്മുടെ കേസിൽ. അതുകൊണ്ട് ഇത്ര മാത്രം അറിഞ്ഞാൽ മതി, പോയിൻറ്റ് ഈസ് കൺസിഡർഡ് ടു ബി എ വെക്ടർ. ഈ കൂട്ടത്തിൽ പോയിൻറ്റും വരും. ഓക്കെ, ഇത് എപ്പോഴാണ് ഉപയോഗിക്കാമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു എക്സാമ്പിൾ ഞാൻ തരാം. അപ്പോൾ ഉദാഹരണമായിട്ട് ഒരു കാർ ഒരു സ്ഥലത്ത് നിർത്തിയിട്ട് വിചാരിക്കാം, അനങ്ങുന്നില്ല, അവിടെ നിർത്തിയിട്ട്. അപ്പോൾ അതിൻ്റെ വെലോസിറ്റി റെപ്രസെൻറ്റ് ചെയ്യാൻ നമ്മളൊരു പോയിൻറ്റ് മാർക്ക് ചെയ്തിട്ടാണ് റെപ്രസെൻറ്റ് ചെയ്യുക. ഓക്കെ, സോ പോയിൻറ്റും ഒരു വെക്ടറാണ് അല്ലേ. പോയിൻറ്റിൻ്റെ മാഗ്നിറ്റ്യൂഡ് 0 ആണ്, ഡയറക്ഷൻ നോട്ട് ഡിഫൈൻഡ് എന്നോ അല്ലെങ്കിൽ ഇൻഡിറ്റർമിനേറ്റോ നിങ്ങൾ ഇഷ്ടം പോലെ വെച്ചോ. പോയിൻറ്റ് ഈസ് എ വെക്ടർ, ദാറ്റ്സ് ഇറ്റ്. ഇനി ഈ കൂടുതൽ പറയാൻ കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ ഒരേ ഡയറക്ഷനും ഒരേ മാഗ്നിറ്റ്യൂഡുള്ള വെക്ടേഴ്സൊക്കെ സെയിം ആണെന്ന് പറഞ്ഞു. അതേപോലെ തന്നെ എല്ലാ പോയിൻറ്റും ഇതും ഒരു അല്ലേ ഇഷ്ടംപോലെ പോയിൻറ്റ്സ് നമുക്ക് മാർക്ക് ചെയ്യാം. ഇതൊക്കെ സെയിം ആയിട്ട് എടുക്കുക അല്ലേ. ഈ പോയിൻറ്റും ഈ പോയിൻറ്റും ഒക്കെ സെയിം ആണ് അല്ലേ. ഇതുപോലെ പറയുകയാണെങ്കിൽ ഇതിൻ്റെയൊക്കെ മാഗ്നിറ്റ്യൂഡ് എന്താണ്? 0 ആണ്. ഇതിൻ്റെ ഒന്നും ഡയറക്ഷൻ നോട്ട് ഡിഫൈൻഡ് ആണ് അല്ലേ, അങ്ങനെയും പറയാം. യെസ്. സോ എനിവേ നിങ്ങൾ തോന്നിച്ചാൽ മതി, പോയിൻറ്റ് ഇസ് എ വെക്ടർ, ഓൾ പോയിൻറ്റ്സ് ആർ കൺസിഡർഡ് ടു ബി ഈക്വൽ, ദാറ്റ്സ് ഇറ്റ്. നൈസ്. ഇനി ഇതിനൊരു പേര് കൊടുക്കും. പോയിൻ്റ് വെക്ടർ എന്നുള്ള പേര് ഞാനടി കണ്ടില്ല, ഞാനങ്ങ് പറഞ്ഞതാണ്. പോയിൻ്റ് വെക്ടർ എന്നല്ല ഇതിന് പറയാം. ഇതിനെ നമ്മൾ വിളിക്കുക സീറോ വെക്ടർ എന്നാണ്. സീറോ വെക്ടർ ഇവിടെ എഴുതാം, സീറോ വെക്ടർ, സീറോ വെക്ടർ. അപ്പോൾ അതിൻ്റെ സിമ്പലുണ്ട്, ഇതിനൊരു സിമ്പലുണ്ട്, ദ സീറോ. അതായത് നമ്മൾ റിയൽ നമ്പേഴ്സിലെ 0 അല്ലേ, അതേ 0 ഉപയോഗിച്ചിട്ടാണ് വെക്ടേഴ്സിൽ സീറോ വെക്ടർ നമ്മൾ ഡിനോട്ട് ചെയ്യുക. അപ്പോൾ വിചാരിക്കും ഇത് എങ്ങനെ തിരിച്ചറിയുക, ഒരു 0 ഉണ്ട്, അത് റിയൽ നമ്പറിൽ 0 ആണോ അല്ലെങ്കിൽ വെക്ടറിൽ 0 ആണോ എങ്ങനെ തിരിച്ചറിയാനൊക്കെ കൺഫ്യൂഷൻ ഉണ്ടാവും. അതിലൊരു കൺഫ്യൂഷനും വരില്ല, അത് ആ സാഹചര്യത്തിൽ മനസ്സിലാവും. ഓക്കെ, നൈസ്. ആവശ്യത്തിലുള്ള ഡിസ്കഷനായി. സോ ഇത് നമ്മൾ ഈ കൂടുതലേക്ക് ആഡ് ചെയ്തു. പോയിൻറ്റ് സീറോ വെക്ടർ എന്ന് പറഞ്ഞ സംഭവം ഞാൻ ആഡ് ചെയ്തു. ഓക്കെ, ഇനി നമുക്ക് ട്രയാങ്കിൾ ഓഫ് വെക്ടർ അഡീഷൻ ഓർക്കാം. കഴിഞ്ഞ വീഡിയോ കാണാത്തവരത് കണ്ടോളൂ കേട്ടോ. കഴിഞ്ഞ വീഡിയോ നമ്മൾ ട്രയാങ്കിൾ ഓഫ് വെക്ടർ അഡീഷൻ ഒരു പ്രാക്ടിക്കൽ എക്സാമ്പിൾ വെച്ചിട്ട് എക്സ്പ്ലെയിൻ ചെയ്തിട്ടുണ്ട്. അത് കാണാത്തവരത് കണ്ടിട്ട് ഇതിലേക്ക് വരിക. എനിവേ നമുക്കിവിടെ രണ്ട് വെക്ടേഴ്സ് എക്സും വൈയും ആഡ് ചെയ്യണം, സം കാണണം. അതെങ്ങനെ കാണുക? നമ്മളെന്ത് ചെയ്യണം? ഈ എക്സിൻ്റെ ഇത് രണ്ടും ആഡ് ചെയ്യേണ്ടത്. അപ്പോൾ എക്സിൻ്റെ ടെർമിനൽ പോയിൻറ്റിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്യുന്ന വൈ വരയ്ക്കുക, വൈക്ക് തുല്യമായ വെക്ടർ വരയ്ക്കുക. അപ്പോൾ എന്താ, ഇവിടുന്ന് ഇങ്ങനെ വൈക്ക് പാരലലായിരിക്കണം അല്ലേ, അതേ മാഗ്നിറ്റ്യൂഡും വരണം. സോ ഒരു റഫാണ് കേട്ടോ. ഓക്കെ,
സോ ഇത് വൈ തന്നെ അല്ലേ, ഇതിൻ്റെ രണ്ടിൻ്റെയും ഡയറക്ഷനും മാഗ്നിറ്റ്യൂഡും ഒക്കെ സെയിം ആണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇത് വൈ തന്നെയാണ്. സോ എക്സിൻ്റെ ടെർമിനൽ പോയിന്റ് സ്റ്റാർട്ട് ചെയ്യുന്ന വൈ വരയ്ക്കുക. എന്നിട്ട് അതിൻ്റെ ശേഷം എന്ത് ചെയ്യുക, ഇങ്ങനെ വരച്ചതിന് ശേഷം എക്സിൻ്റെ ഇനീഷ്യൽ പോയിന്റിൽ നിന്ന് ഈ വൈൻ്റെ ടെർമിനൽ പോയിന്റിലേക്കുള്ള വെക്ടർ മാർക്ക് ചെയ്യുക. ഇതായിരിക്കും എക്സ് പ്ലസ് വൈ. ഓക്കെ, അപ്പോൾ നമ്മൾ ട്രയാങ്കിൾ ഓഫ് വെക്ടർ അഡീഷൻ ഓർത്തു. ഇതിൻ്റെ ഒന്ന് രണ്ട് സ്പെഷ്യൽ കേസുകൾ ഡിസ്കസ് ചെയ്യുന്നത് നന്നാവും. അതായത് ആദ്യം ഡിസ്കസ് ചെയ്യുന്നത് എക്സ് പ്ലസ് സീറോ, അതായത് ഒരു വെക്ടർ എക്സും ഉണ്ട് സീറോ വെക്ടറും ഉണ്ട്. വെക്ടർ എക്സും ഉണ്ട് സീറോ വെക്ടറും ഉണ്ട്. ഇത് രണ്ടും ആഡ് ചെയ്താൽ എന്താ കിട്ടുക? ഒന്ന് ഈ ട്രയാങ്കിൾ ഓഫ് വെക്ടർ അഡീഷൻ നിങ്ങൾ അപ്ലൈ ചെയ്ത് നോക്കൂ. എന്ത് ചെയ്യണം? ഇത് വൈന് എക്സിൻ്റെ അവസാനം കൊണ്ടുവച്ച മാതിരി ഈ സീറോ വെക്ടർ നിങ്ങൾ ഇവിടെ കൊണ്ടുവെക്കണം അല്ലേ. ജസ്റ്റ് ഞാൻ ഇവിടെ കൊണ്ടുവെക്കാം. ഇവിടെ കൊണ്ടുവെക്കാറുമ്പോൾ സീറോ വെക്ടറിന് ലെങ്ത് ഒന്നുമില്ല, അപ്പോൾ ഇവിടെ ചുമ്മാ സീറോ എന്ന് മാർക്ക് ചെയ്യാനേ ഉള്ളൂ അല്ലേ, വേറെ വൈനെ പോലെ ലെങ്ത് ഒന്നും ഇതിനില്ല. സോ സീറോ വെക്ടർ ഇവിടെ കൊണ്ടുവച്ചാൽ ഇങ്ങനെ ഉണ്ടാവുക. എന്നിട്ട് എന്ത് ചെയ്യണം? എക്സിൻ്റെ ഇനീഷ്യൽ പോയിന്റിൽ നിന്ന് വൈൻ്റെ ടെർമിനൽ പോയിന്റിലേക്കുള്ള വെക്ടർ വരയ്ക്കുന്ന മാതിരി ഈ ഇനീഷ്യൽ പോയിന്റ് സീറോൻ്റെ ടെർമിനൽ പോയിന്റിലേക്കുള്ള വെക്ടർ വരയ്ക്കുമ്പോൾ എന്താ കിട്ടുക? എക്സ് തന്നെ കിട്ടുക. സോ എക്സ് പ്ലസ് സീറോ ഈസ് എക്സ്. ഇതേപോലെ എനിക്ക് സ്വന്തം ചെയ്താൽ മനസ്സിലാവും, സീറോ പ്ലസ് എക്സും എക്സ് തന്നെ കിട്ടുക. അതായത് എക്സ് പ്ലസ് സീറോ ഇസ് ഈക്വൽ ടു എക്സ് ഇസ് ഈക്വൽ ടു സീറോ പ്ലസ് എക്സ് ഫോർ ഓൾ വെക്ടർ. ഏത് വെക്ടർ എക്സ് എടുത്താലും ഇത് ട്രൂ. അതിനോട് സീറോ വെക്ടർ ആഡ് ചെയ്ത് കഴിഞ്ഞാൽ എക്സ് പ്ലസ് സീറോ വിൽ ബി എക്സ് ഇസ് സെൽഫ് ആൻഡ് സീറോ പ്ലസ് എക്സും എക്സ് ഇസ് സെൽഫ് എക്സ് തന്നെ ആയിരിക്കും. യെസ്. സോ ഈ ഒരു കാരണത്താൽ സീറോനെ അഡിറ്റീവ് ഐഡൻറ്റിറ്റി എന്ന് വിളിക്കും. സീറോ ഈസ് കോൾഡ് അഡിറ്റീവ് ഐഡൻറ്റിറ്റി. അതെന്തൊക്കെയോ അങ്ങനെ വിളിക്കാൻ കാരണം, അഡിറ്റീവ് ഐഡൻറ്റിറ്റി എന്ന് വിളിക്കാൻ കാരണം സീറോ ഈസ് അഡിറ്റീവ് ഐഡൻറ്റിറ്റി. അതിൻ്റെ കാരണം എന്താവും ജസ്റ്റ് ഒന്ന് ആലോചിച്ച് നോക്കൂ. അതിൻ്റെ കാരണം ഒരു നമ്പേഴ്സ് വെച്ചിട്ട് ഞാൻ പറഞ്ഞുതരാം. അതായത് നമ്പേഴ്സ്, റിയൽ നമ്പേഴ്സിൻ്റെ ഇടയിൽ സീറോന് അഡിറ്റീവ് ഐഡൻറ്റിറ്റി എന്ന് പറയും. കാരണം എന്താ അറിയോ? അപ്പോൾ അതാ ഒരു 10 പ്ലസ് സീറോ എത്ര? 10 തന്നെ. ഒന്ന് രണ്ടെണ്ണം പറയാം അപ്പോൾ മനസ്സിലാവും. ഇപ്പോൾ ഒരു 7 പ്ലസ് സീറോ അതും എത്ര? 7. അല്ല തിരിച്ചും അങ്ങനെ തിരിച്ച് 0 പ്ലസ് 10ഉം 10 തന്നെയാണ്. അതുപോലെ തന്നെ 0 പ്ലസ് 7ഉം 7 തന്നെയാണ്. അതായത് സീറോ ഏതൊരു റിയൽ നമ്പറിനോട് ആഡ് ചെയ്താലും ഉത്തരം ആ റിയൽ നമ്പർ തന്നെ വരിക. വേറെ ഏതൊരു നമ്പറിന് ആ പ്രത്യേകത ഉണ്ടോ? നോക്കുക, ഈ 10നോട് ഇപ്പോൾ നിങ്ങൾ 2 ആഡ് ചെയ്ത് നോക്ക്, ഉത്തരം വന്നിട്ട് തന്നെ 12 ആയിപ്പോയില്ലേ. 7നോട് ഇപ്പോൾ നിങ്ങൾ ഒരു 3 ആഡ് ചെയ്ത് നോക്ക്, ഉത്തരം വന്ന് 10 ആയിപ്പോയില്ലേ, മാറിപ്പോയില്ലേ. അതായത് സീറോൻ്റെ പ്രത്യേകത എന്ന് കഴിഞ്ഞാൽ നിങ്ങൾ അത് ആരോട് പോയിട്ട് അയാൾ ആഡ് ചെയ്താലും ആ നമ്പർ തന്നെ ഉത്തരം വരിക. സീറോ അല്ലേ, ആ നമ്പറിൻ്റെ ഐഡൻറ്റിറ്റി മാറില്ല. 10 ആഡ് ചെയ്ത 10നോട് 0 ആഡ് ചെയ്തപ്പോൾ ഉത്തരം വന്ന് 10 തന്നെയാണ്. 10ൻ്റെ ഐഡൻറ്റിറ്റി ഈസ് കെപ്റ്റ്. 7നോട് 0 ആഡ് ചെയ്തപ്പോൾ ഉത്തരം വന്ന് 7 തന്നെയാണ്. 7ൻ്റെ ഐഡൻറ്റിറ്റി ഈസ് കെപ്റ്റ്. അങ്ങനെ ഐഡൻറ്റിറ്റിക്ക് ഒരു കോട്ടവും വരുത്താത്ത, ഐഡൻറ്റിറ്റി മാറ്റാത്ത നമ്പർ ആയതുകൊണ്ടാണ് നമ്മൾ സീറോനെ അഡിറ്റീവ് ഐഡൻറ്റിറ്റി എന്ന് പറയുന്നത്. അതേപോലെ തന്നെയാണ് വെക്ടേഴ്സിൻ്റെ ഇടയിൽ. നിങ്ങൾ ഏതൊരു വെക്ടറിനോടും സീറോ വെക്ടർ ആഡ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ആ വെക്ടർ തന്നെ കിട്ടുക, എക്സ് തന്നെ കിട്ടുക. സോ സീറോ ഈസ് അഡിറ്റീവ് ഐഡൻറ്റിറ്റി. ഞാൻ പറഞ്ഞാൽ മനസ്സിലായി തോന്നുന്നുണ്ട്. ഡൗട്ടിൻ്റെ ചോദിച്ചാൽ മതി കേട്ടോ. അടുത്തൊരു സ്പെഷ്യൽ കേസ്, നമ്മുടെ എക്സിൻ്റെയും വൈൻ്റെയും ഡയറക്ഷൻ സെയിം ആയി വിചാരിക്കുക. ഡയറക്ഷൻ ഓഫ് എക്സ് ഇസ് ഈക്വൽ ടു ഡയറക്ഷൻ ഓഫ് വൈ. അപ്പം എക്സ് പ്ലസ് വൈ എങ്ങനെ വരും? ഒന്ന് പോസ് ചെയ്തിട്ട് വരച്ച് നോക്കുക, അല്ലെങ്കിൽ ആലോചിച്ച് നോക്കിയാൽ മതി. നിങ്ങൾ ട്രയാങ്കിളിൽ അപ്ലൈ എന്ത് ചെയ്യണം? ഈ എക്സിൻ്റെ അവസാനത്തിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്യുന്ന എൻഡ് പോയിന്റ് സ്റ്റാർട്ട് ചെയ്ത വൈ വരയ്ക്കണം. അതായത് വൈനോടെ കൊണ്ടുവയ്ക്കുക. അങ്ങനെയൊക്കെ ചെയ്തിട്ട് എക്സ് പ്ലസ് വൈ നിങ്ങൾ വരച്ച് നോക്കുക. അപ്പോൾ നമുക്ക് മനസ്സിലാവും ആ എക്സ് പ്ലസ് വൈൻ്റെ ഡയറക്ഷൻ എന്തായിരിക്കും? ആ എക്സ് പ്ലസ് വൈൻ്റെ ഡയറക്ഷൻ ഇതേ ഡയറക്ഷൻ തന്നെ വരും. ഇപ്പോൾ എക്സും വൈയും ഒരേ ഡയറക്ഷനിലാണെങ്കിൽ എക്സ് പ്ലസ് വൈയും അതേ ഡയറക്ഷനിൽ വരും, കാണാൻ പറ്റും. പിന്നെ മാത്രമല്ല മാഗ്നിറ്റ്യൂഡ് ഓഫ് എക്സ് പ്ലസ് വൈ എന്തായിരിക്കും? മാഗ്നിറ്റ്യൂഡ് ഓഫ് എക്സ് പ്ലസ് വൈ ഇതിൻ്റെ രണ്ടിൻ്റെയും മാഗ്നിറ്റ്യൂഡ് സമ്മായിരിക്കും. സോ മാഗ്നിറ്റ്യൂഡ് ഓഫ് എക്സ് പ്ലസ് വൈ ഈക്വൽ ടു മാഗ്നിറ്റ്യൂഡ് ഓഫ് എക്സ് പ്ലസ് മാഗ്നിറ്റ്യൂഡ് ഓഫ് വൈ. ഒക്കെ സ്വന്തം മനസ്സിലാക്കുക. യെസ്. അടുത്തൊരു കേസ്, നമ്മുടെ എക്സ് വൈയും ഓപ്പോസിറ്റ് ഡയറക്ഷൻ വിചാരിക്കുക. എക്സ് ഇങ്ങോട്ട്, വൈ ജസ്റ്റ് ഓപ്പോസിറ്റ്. ഈ കേസും സ്വന്തം ചെയ്ത് നോക്കുക. ഇവിടെ 2 രീതിയിൽ വരാം. ഒന്ന് എക്സിൻ്റെ മാഗ്നിറ്റ്യൂഡ് വലുതും വൈൻ്റെ മാഗ്നിറ്റ്യൂഡ് ചെറുതും. എക്സിൻ്റെ മാഗ്നിറ്റ്യൂഡ് ചെറുത്, വൈൻ്റെ മാഗ്നിറ്റ്യൂഡ് വലുത്. അത് നിങ്ങൾ സ്വന്തം ചെയ്ത് നോക്കുക. അപ്പോൾ എന്ത് വരുന്നത് ഒക്കെ നിങ്ങൾക്ക് കിട്ടും. ആ കേസിൽ എക്സ് പ്ലസ് വൈൻ്റെ അല്ലേ, ഇപ്പോൾ ഫസ്റ്റ് കേസിലാകുമ്പോൾ നിങ്ങൾ വൈനെ എവിടെ കൊണ്ടുവെക്കണം? വൈനെ എവിടെ കൊണ്ടുവെക്കുമ്പോൾ നേരെ ഇങ്ങനെ ഉണ്ടാവും അല്ലേ, ഇവിടെ നിന്ന് ഇങ്ങോട്ട് ഉണ്ടാവും വൈ അല്ലേ. അപ്പോൾ എക്സ് പ്ലസ് വൈ എങ്ങനെ വരും ഒക്കെ നിങ്ങൾ സ്വന്തം നോക്കുക. ഈ കേസിൽ അല്ലേ, ഇപ്പോൾ ഈ കേസിൽ എക്സ് പ്ലസ് വൈൻ്റെ ഡയറക്ഷൻ എന്താ വരിക? എക്സിൻ്റെ ഡയറക്ഷൻ തന്നെ വരും. നിങ്ങൾ സ്വന്തം ചെയ്ത് നോക്കുക. ഈ കേസിൽ എക്സ് പ്ലസ് വൈൻ്റെ ഡയറക്ഷൻ എന്താ വരിക? വൈൻ്റെ ഡയറക്ഷൻ വരും. മാഗ്നിറ്റ്യൂഡ് ഒക്കെ നിങ്ങൾ നോക്കുക കേട്ടോ. ഒക്കെ ജസ്റ്റ് നോക്കി വെക്കുക, പിന്നീട് ഉപയോഗിക്കുക. ഓക്കെ, നൈസ്. അപ്പോൾ വെക്ടർ അഡീഷൻ നമ്മൾ വേണ്ട രീതിയിലൊക്കെ മനസ്സിലാക്കി, അത്ര മതി.
ഇനി ഞാൻ അടുത്തൊരു കൺസെപ്റ്റ് അവതരിപ്പിക്കാം, സ്കാലാർ മൾട്ടിപ്ലിക്കേഷൻ. അതിനുവേണ്ടി ഇവിടെ കുറച്ച് വെക്ടേഴ്സ് ഞാൻ ഇവിടെ വരയ്ക്കാം. ഇവിടെ ശ്രദ്ധിക്കുക, ഇവിടെ ഞാൻ ഒരേ ഡയറക്ഷനിലുള്ള കുറേ വെക്ടേഴ്സ് ഞാൻ വരച്ചിട്ടുണ്ട്. അത് ഇമ്പോർട്ടൻ്റ് ആട്ടോ. ഡയറക്ഷൻ ഒക്കെ സെയിമാണ്, എല്ലാത്തിനും ഡയറക്ഷൻ സെയിമാണ്, പക്ഷേ മാഗ്നിറ്റ്യൂഡ് മാത്രം മാറി വന്നിട്ടുണ്ട്. ഇതിൻ്റെ മാഗ്നിറ്റ്യൂഡ് 10 സെൻറ്റിമീറ്ററാണ്, ഇതിൻ്റെ മാഗ്നിറ്റ്യൂഡ് 15 സെൻറ്റിമീറ്ററാണ്. മാഗ്നിറ്റ്യൂഡ് മാത്രമേ മാറിയിട്ടുള്ളൂ, ഡയറക്ഷൻ മാറിയിട്ടില്ല. ദാറ്റ് ഇസ് വെരി ഇമ്പോർട്ടൻറ്റ്. അതേക്കുറിച്ച് കഴിഞ്ഞാൽ മനസ്സിലാവും. ഓക്കെ, ഇനി ഈ വെക്ടറിനെ ഞാൻ എക്സ് എന്ന് വിളിക്കുക വിചാരിക്കുക. അങ്ങനെയാണെങ്കിൽ ഈ വെക്ടറിൻ്റെ പ്രത്യേകത എന്താ? ഇതിൻ്റെ അതേ ഡയറക്ഷനിൽ തന്നെയാണ്, പക്ഷേ മാഗ്നിറ്റ്യൂഡ് മാത്രം ഇരട്ടിയായി മാറി. ഇത് 10 ഇത് 20. അപ്പോൾ നമ്മൾ ഇതിനെ 2x എന്ന് വിളിക്കും. ശ്രദ്ധിക്കുന്നു, ഡയറക്ഷൻ മാറിയാൽ നമ്മൾ അങ്ങനെ വിളിക്കുമല്ലോ. ഫോർ എക്സാമ്പിൾ ഇപ്പോൾ നോക്കുക, ഇതിപ്പോൾ 20 സെൻറ്റിമീറ്ററാണ്. 20 സെൻറ്റിമീറ്റർ മാഗ്നിറ്റ്യൂഡുള്ളൊരു വെക്ടറാണിത്. ഇതിനെ നമ്മൾ 2x എന്ന് വിളിക്കുമോ? ഇല്ല. കാരണം എന്താ? എക്സിൻ്റെ അതേ ഡയറക്ഷനിലല്ല ഇത്. അപ്പോൾ ഇത് 2x എന്ന് വിളിച്ചാൽ തെറ്റാണ് കേട്ടോ. അതേ ഡയറക്ഷനിൽ വന്നാൽ അതേ ഡയറക്ഷനിൽ ഇരട്ടി മാഗ്നിറ്റ്യൂഡുള്ള വെക്ടറിനെ മാത്രമേ നമ്മൾ ഇത് വിളിക്കൂ, 2x എന്ന് വിളിക്കുള്ളൂ. ക്ലിയർ ആണല്ലോ? അങ്ങനെയാണ്. ഇനി പിന്നെ ഞാൻ ബാക്കിയൊന്നും പറഞ്ഞല്ലോ. ഇതിന് നമ്മൾ ഇതിൻ്റെ 3 ഇരട്ടി മാഗ്നിറ്റ്യൂഡാണ്, 3x എന്ന് വിളിക്കും അല്ലേ? ഇതോ ഇതിൻ്റെ പകുതിയാണ്, അപ്പോൾ ഇത് ½ x എന്ന് വിളിക്കും. ഇതിൻ്റെ എന്താ പറയുക, 3/2x അല്ലേ വരിക അല്ലേ? ഇതിനെ ഹാഫാക്കി 5 വരും, 3/2x. ഇതിൻ്റെ 3/2 അല്ലേ? 3/2 × 10 അല്ലേ 15 വരിക. സോ 3/2x ആണത്. സോ ഇങ്ങനെ ഇവിടെയൊക്കെ ശ്രദ്ധിക്കുക, ഇത് ഒരേ ഡയറക്ഷനിലാണ്. അപ്പോൾ ഇൻ ജനറൽ ഞാനൊരു പോസിറ്റീവ് നമ്പർ ലാംഡ തന്നു, ലാംഡ > 0 തന്നു. ഇതേപോലെ 2, 3, ½ 3/2x. അപ്പോൾ ലാംഡ എക്സ് എന്ന് പറഞ്ഞ വെക്ടർ ഏതായിരിക്കും നിങ്ങൾ പറ? അത് ഈ എക്സിൻ്റെ സെയിം ഡയറക്ഷനിൽ, പക്ഷേ മാഗ്നിറ്റ്യൂഡ് എന്താ വരണം? ഈ ഇതിൻ്റെ ലെങ്ത്തിൻ്റെ ലാംഡ ടൈംസ് ലെങ്ത്തുള്ളൊരു വെക്ടറായിരിക്കും ലാംഡ എക്സ് എന്ന വെക്ടർ. പോസിറ്റീവ് മനസ്സിലാക്കി കേട്ടോ. ലാംഡ എക്സ് എന്ന വെക്ടറിന് പ്രത്യേകം എന്തായിരിക്കും? എക്സിൻ്റെ അതേ ഡയറക്ഷനിലായിരിക്കും, പക്ഷേ മാഗ്നിറ്റ്യൂഡ് എന്തായിരിക്കും? ലാംഡ × 10. അത്രയും മാഗ്നിറ്റ്യൂഡ് വരുന്ന ഒരു വെക്ടറായിരിക്കും ലാംഡ എക്സ് എന്ന വെക്ടർ. ക്ലിയർ അല്ലേ? സോ ഇത് മുഴുവനായിട്ടില്ല. അതിപ്പോൾ ഒരു പോസിറ്റീവ് നമ്പർ തന്നാൽ ലാംഡ എക്സ് എഴുതാൻ ഞാൻ പഠിപ്പിച്ചു. ഇനി ഇതേപോലെ ഞാൻ കുറച്ച് വെക്ടർ വേറെയും വരച്ചുതരാം. ഇവിടെ നോക്കുക, ഇവിടെ ഞാൻ കുറച്ച് വെക്ടേഴ്സ് വരച്ചിട്ടുണ്ട്. ഇതിൻ്റെ പ്രത്യേകത എന്താ? എക്സിൻ്റെ ഡയറക്ഷൻ ഇങ്ങോട്ടായിരുന്നു, പക്ഷേ ഇതിൻ്റെയൊക്കെ ഡയറക്ഷൻ ജസ്റ്റ് ഓപ്പോസിറ്റാണ്. അതായത് എക്സിൻ്റെ ജസ്റ്റ് ഓപ്പോസിറ്റ് ഡയറക്ഷനിലുള്ള വെക്ടേഴ്സാണ് അവിടെ മാർക്ക് ചെയ്തത്. ഇനി നോക്കുക, ഈ വെക്ടർ എക്സിൻ്റെ ഡയറക്ഷനും ഇതിൻ്റെ ഡയറക്ഷനും നോക്കുമ്പോൾ ജസ്റ്റ് ഓപ്പോസിറ്റാണ്, പക്ഷേ മാഗ്നിറ്റ്യൂഡ് സെയിം അല്ലേ? ഇതും 10 സെൻറ്റിമീറ്ററാണ്, ഇതും 10 സെൻറ്റിമീറ്റർ. അപ്പോൾ നമ്മളിതിനെ വിളിക്കും -1x എന്ന്. പോസിറ്റ് മനസ്സിലാക്കുക കേട്ടോ. ഇവിടെ -1xൻ്റെ പ്രത്യേകത എക്സിൻ്റെ സെയിം ഡയറക്ഷൻ, സെയിം മാഗ്നിറ്റ്യൂഡ് തന്നെയാണ്, പക്ഷേ ഡയറക്ഷൻ ജസ്റ്റ് ഓപ്പോസിറ്റ്. ഇത് നോക്കുമ്പോൾ എക്സിൻ്റെ ജസ്റ്റ് ഓപ്പോസിറ്റ് ഡയറക്ഷനാണ്, പക്ഷേ മാഗ്നിറ്റ്യൂഡ് 2 ടൈംസ്. അപ്പോൾ നമ്മൾ -2x എന്ന് വിളിക്കും. ബാക്കി നിങ്ങൾ സ്വയം ഇൻ്റർപ്രറ്റ് ചെയ്യുക. ഓക്കെ, ചിലപ്പോൾ നിങ്ങൾക്ക് അറിയുന്നുണ്ടാവും. എന്നാലും പോസിറ്റ് ഡൗട്ടൊക്കെ ഉണ്ടോ ചോദിച്ചാൽ മതി. ഇങ്ങനെ വരും ഈ വെക്ടേഴ്സൊക്കെ. ക്ലിയർ ആണല്ലോ? അപ്പോൾ ഇനി ഇതേപോലെ ഒരു നെഗറ്റീവ് നമ്പർ ലാംഡ തന്നു വിചാരിക്കുക. അപ്പോൾ ലാംഡ എക്സ് എന്ന വെക്ടർ എങ്ങനെ ഉണ്ടാവും നിങ്ങൾ ആലോചിച്ച് നോക്കൂ. ലാംഡ എക്സിൻ്റെ ഡയറക്ഷൻ എന്തായിരിക്കും? ലാംഡ നെഗറ്റീവ്, അതായത് -2 -3 പോലെ ലാംഡ നെഗറ്റീവ് ആയതുകൊണ്ട് ലാംഡ എക്സിൻ്റെ ഓപ്പോസിറ്റ് ഡയറക്ഷനിലുണ്ടാവും അല്ലേ? ഇങ്ങോട്ടുണ്ടാവും. എക്സ് അങ്ങോട്ടായിരുന്നു, ലാംഡ എക്സ് ഇങ്ങനെ ഇങ്ങോട്ടുണ്ടാവും അല്ലേ? ക്ലിയർ? ഇനി അതിൻ്റെ മാഗ്നിറ്റ്യൂഡോ? അതിൻ്റെ മാഗ്നിറ്റ്യൂഡ് ഇതിൻ്റെ എത്ര ഉണ്ടാവും? ലാംഡ നെഗറ്റീവ് നമ്പറാണ്, അപ്പോൾ അതുകൊണ്ട് തന്നെ ഇതിൻ്റെ മാഗ്നിറ്റ്യൂഡ് മോഡ് ലാംഡ ടൈംസ് ദ മാഗ്നിറ്റ്യൂഡ് ഓഫ് എക്സ് ആയിരിക്കും. ഒക്കെ പോസിറ്റീവ് മനസ്സിലാക്കുക അല്ലേ? അപ്പോൾ ലാംഡ നെഗറ്റീവ് ആയതുകൊണ്ട് ലാംഡ എക്സിൻ്റെ ഡയറക്ഷൻ എക്സിൻ്റെ ജസ്റ്റ് ഓപ്പോസിറ്റ് ഡയറക്ഷൻ ആയിരിക്കും. ലാംഡ എക്സിൻ്റെ മാഗ്നിറ്റ്യൂഡ് മോഡ് ലാംഡ ടൈംസ് ദ മാഗ്നിറ്റ്യൂഡ് ഓഫ് എക്സ് ആയിരിക്കും. ഓക്കെ, നൈസ്. അപ്പോൾ ലാംഡ പോസിറ്റീവ് ആകുമ്പോൾ ലാംഡ എക്സ് എന്താണെന്ന് ഞാൻ പറഞ്ഞു. ലാംഡ നെഗറ്റീവ് ആകുമ്പോൾ ലാംഡ എക്സ് എന്താണെന്ന് പറഞ്ഞു. ഇനി ലാംഡക്ക് വേറെ എന്തെങ്കിലും പോസിറ്റീവ്? ലാംഡ നമ്പർ അല്ലേ? സ്കാലർ. ലാംഡ ഇസ് എ സ്കാലർ അല്ലേ? സോ ഇവിടെ ശ്രദ്ധിക്കണം, ഇവിടുത്തെ എക്സ് എന്താണ്? ഒരു വെക്ടറാണ്. ലാംഡ ഒരു നമ്പറാണ്. ഇവിടെ പോസിറ്റീവ് നമ്പർ, നെഗറ്റീവ് നമ്പർ, അതായത് ലാംഡ ഇസ് എ സ്കാലർ. ഓക്കെ, ഇനി ഇത് പോസിറ്റീവ് നെഗറ്റീവ് അല്ലാത്തൊരു സ്കാലറും ഇല്ലേ? ആരാണ്? 0x എന്താ? ഇവിടെ പറയാം. ലാംഡ ഇസ് 0 ആകുമ്പോൾ എന്താ സംഭവിക്കുക? 0x. വാട്ട് ഈസ് 0x? എന്തായിരിക്കും നിങ്ങളുടെ അഭിപ്രായത്തിൽ? 0 ടൈംസ് എക്സ് വിൽ ബി 0 വെക്റ്റർ. അതങ്ങനെ ഡിഫൈൻ ചെയ്ത് അതിനൊരു നാച്ചുറൽ ചോയ്സ് തന്നെയാണ്. കാരണം എന്താ, ഞാൻ അവിടെ എക്സ്പ്ലെയിൻ ചെയ്തൊന്നുമില്ല. അങ്ങനത്തെ ഡൗട്ട് ഉണ്ടോ ചോദിച്ചാൽ മതി. 0 ടൈംസ് എക്സ് = 0. ഇവിടെ ശ്രദ്ധിക്കുക, നേരത്തെ അങ്ങോട്ട് എപ്പോഴും പറഞ്ഞില്ലേനോ, ഈ 0 എന്താ?
ഇല്ല സ്കാലറാ, റിയൽ നമ്പറിൽ 0 ആണ്. ഈ 0 എന്താ, 0 വെക്ടർ, ആ പോയിന്റ് വെക്ടറാ. പക്ഷേ ഇവിടെ കൺഫ്യൂഷൻ ഉണ്ടോ, നിങ്ങൾക്ക് മനസ്സിലാവുന്നില്ല, ഇത് നമ്പറാണ് ഇത് വെക്ടറാണ്. അതാ ഞാൻ പറഞ്ഞത് 0 രണ്ടിനും ഒരേ സിമ്പിളാണ്. നമ്പറിലെ 0ക്കും വെക്ടറിലെ 0ക്കും ഒരേ സിമ്പിളാണ് ഉപയോഗിക്കുക, പക്ഷേ സാഹചര്യം നമുക്ക് മനസ്സിലാവും. ഓക്കെ, സോ അപ്പോൾ ഇൻ ജനറൽ ഞാൻ ഏതൊരു അത് മായ്ക്കാം. അപ്പോൾ ഇത് ഐഡിയ കിട്ടിയാലോ, ഒരു പോസിറ്റീവ് നമ്പർ ലാംഡ തന്നു കഴിഞ്ഞാൽ ലാംഡ എക്സ് എന്താണെന്ന് ഞാൻ പറഞ്ഞു, ഒരു നെഗറ്റീവ് നമ്പർ ലാംഡ തന്നാൽ ലാംഡ എക്സ് എന്താണെന്ന് പറഞ്ഞു, ഇനി 0x എന്താ അത് ഞാൻ പറഞ്ഞു. ഓക്കെ, യെസ്. അപ്പോൾ നമ്മളിപ്പോൾ പഠിച്ചത് ഒരു വെക്ടർ എക്സും ഒരു സ്കാലർ ലാംഡയും തന്നു കഴിഞ്ഞാൽ, ഒരു റിയൽ നമ്പർ ലാംഡ തന്നു കഴിഞ്ഞാൽ ലാംഡ എക്സ് ഉണ്ടാക്കാനുള്ളതാണ് ഉണ്ടാക്കുന്ന പ്രൊസീജിയറാണ് ഇപ്പോൾ പഠിപ്പിച്ചത്. ലാംഡ എക്സ്, വാട്ട് ഈസ് ലാംഡ എക്സ് എന്ന് ഞാൻ പറഞ്ഞു അല്ലേ. ലാംഡ പോസിറ്റീവ് ആകുമ്പോൾ ലാംഡ എക്സ് എന്നാന്ന് ഞാൻ പറഞ്ഞു, ലാംഡ നെഗറ്റീവ് ആകുമ്പോൾ ലാംഡ എക്സ് എന്നാന്ന് ഞാൻ പറഞ്ഞു, ഇനി ലാംഡ 0 ആകുമ്പം 0x എന്താണെന്ന് ഞാൻ പറഞ്ഞു. സോ നമുക്കറിയാം ഇപ്പോൾ ലാംഡ എക്സ് എന്ന് പറഞ്ഞാൽ എന്താ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ഈ ലാംഡ എക്സ് ഉണ്ടാക്കുന്ന ഓപ്പറേഷൻ നമ്മൾ വിളിക്കുന്ന പേരാണ് സ്കാലർ മൾട്ടിപ്ലിക്കേഷൻ. ശ്രദ്ധിക്കണം, ഒരു സ്കാലറും ഒരു വെക്ടറും തന്നു കഴിഞ്ഞാൽ അത് ലാംഡ എക്സ് ഉണ്ടാക്കുന്ന ഈ ഓപ്പറേഷൻ, ഇതിനാണ് നമ്മൾ സ്കാലർ മൾട്ടിപ്ലിക്കേഷൻ വിളിക്കുക. അപ്പം നമ്മൾ വെക്ടേഴ്സിൻ്റെ ഇടയിൽ 2 ഓപ്പറേഷൻ ഇപ്പോൾ പഠിച്ചു. ഒന്ന് വെക്ടർ അഡീഷൻ, നേരത്തെ അവിടെ എന്താ സംഭവിക്കുക, 2 വെക്ടർ വേണം, ഒരു വെക്ടർ എക്സും ഒരു വെക്ടർ വൈയും തന്നു കഴിഞ്ഞാൽ അത് ഉപയോഗിച്ചിട്ട് ഒരു വെക്ടർ, ഒരു പുതിയ വെക്ടർ ഉണ്ടാക്കും, അതിനെ നമ്മൾ x+y എന്ന് വിളിക്കും. ഇതാണ് വെക്ടർ അഡീഷൻ. ദിസ് ഈസ് വെക്ടർ അഡീഷൻ. ഇനി ഇവിടെ എന്താണ്, ഒരു സ്കാലർ, ഇവിടെ ഒരു സ്കാലറും ഒരു വെക്ടറും, അവിടെ 2 വെക്ടറാണ് കേട്ടോ വെക്ടർ അഡീഷൻ്റെ അകത്ത്. ഇവിടെ ഒരു സ്കാലറും ഒരു വെക്ടറും തന്നു കഴിഞ്ഞാൽ അത് ഉപയോഗിച്ചിട്ട് പുതിയൊരു വെക്ടർ ലാംഡ എക്സ് ഉണ്ടാക്കുന്ന പരിപാടിക്കാണ് നമ്മളിത് വിളിച്ചത് സ്കാലാർ മൾട്ടിപ്ലിക്കേഷൻ വിളിച്ചത്. ഓക്കെ, സ്കാലാർ മൾട്ടിപ്ലിക്കേഷൻ. സോ ഇത് 2 മേജർ ഓപ്പറേഷൻസാണ് വെക്ടേഴ്സിനിടയിലെ. അത് രണ്ടും നമുക്ക് അത്യാവശ്യം ക്ലിയർ ആയി തോന്നും. ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിക്കട്ടോ. സോ വി നോ വാട്ട് ഈസ് വെക്ടർ അഡീഷൻ ആൻഡ് വാട്ട് ഈസ് സ്കാലർ മൾട്ടിപ്ലിക്കേഷൻ. ഇനി നമുക്ക് ഈ ഓപ്പറേഷൻസിൻ്റെ കുറച്ച് പ്രോപ്പർട്ടീസ് മനസ്സിലാക്കാം. നമ്മൾ +2 ഈ വെക്ടർ അഡീഷൻ്റെയും സ്കാലർ മൾട്ടിപ്ലിക്കേഷൻ്റെ ഒക്കെ കുറേ പ്രോപ്പർട്ടീസ് പഠിച്ചിട്ടുണ്ടാവും, പലരും ഓർമ്മയിലുണ്ടാവും. ഇനി ആ പ്രോപ്പർട്ടീസൊക്കെ നമ്മൾ ഇവിടെ ഡിസ്കസ് ചെയ്യും, എന്നാലും നമുക്ക് ആ വെക്ടർ സ്പേസ് ഡിഫൈൻ ചെയ്യാൻ പറ്റുള്ളൂ. പക്ഷേ ഈ വീഡിയോയിൽ ഞാൻ ഇതിൻ്റെ 3 പ്രോപ്പർട്ടീസ് ഡിസ്കസ് ചെയ്യുള്ളൂ, ബാക്കിയൊക്കെ അടുത്ത വീഡിയോയിലേക്ക് മാറ്റി വെക്കുകയാണ്. അപ്പോൾ ഞാൻ വെക്ടർ സ്പേസ് ഈ വീഡിയോയിൽ ഡിഫൈൻ ചെയ്യാമെന്ന് വിചാരിച്ചിട്ടുണ്ടായിരുന്നു, പക്ഷേ വീഡിയോ ലെങ്തി ആയി പോകും തോന്നുന്നു. അപ്പോൾ തിരക്കൂട്ടുണ്ടാവും. എനിക്ക് ഓൾറെഡി മനസ്സിലായിട്ടുണ്ടാകും ഈ ചാനൽ കണ്ടവർക്ക്, ഈ ചാനലിൽ ചാടിക്കേറിയിട്ട് ഒരു കാര്യം ഡിഫൈൻ ചെയ്യും അങ്ങനെ ഒന്നും ചെയ്യില്ല. നമ്മളെല്ലാം മനസ്സിലാക്കി നല്ല ഫൗണ്ടേഷനൊക്കെ നല്ല ക്ലിയറാക്കി കൺസെപ്റ്റ് ക്ലിയർ ആക്കിയിട്ട് നമ്മൾ പഠിക്കുള്ളൂ. നമ്മളെല്ലാ തിയറും പ്രോബ്ലംസും ഒക്കെ നമ്മളങ്ങനെ ഡിസ്കസ് ചെയ്യുക. അപ്പോൾ അല്ലാതെ ഇങ്ങനെ കാണാതെ പഠിക്കുന്നവർക്കുള്ള ഒരു ചാനലല്ല കേട്ടോ ഇത് സീരിയസ് ആയിട്ട് കൺസെപ്റ്റ് മനസ്സിലാക്കണം. ഇത് നന്നായി പഠിച്ചവർക്ക് ഇത് വെച്ചിട്ടുള്ള NBHM CSIR ഒക്കെ കിട്ടുന്ന രീതിയിൽ, ആ ഒരു രീതിയിൽ കറകളഞ്ഞ പഠനമാണ് നമ്മൾ ഉദ്ദേശിക്കുന്നത്. സോ ആ ക്ഷമ നിങ്ങൾ കാണിച്ചേ പറ്റുള്ളൂ കേട്ടോ. സോ ഈ വീഡിയോയിൽ ഞാൻ വെക്ടർ സ്പേസ് ഡിഫൈൻ ചെയ്യില്ല, അടുത്ത വീഡിയോയിലേക്ക് മാറ്റുകയാണ്. നമുക്ക് ലെങ്തി വീഡിയോ വേണ്ടാന്ന് തോന്നുന്നു, അതുകൊണ്ടാണ്. സോ ഫസ്റ്റ് പ്രോപ്പർട്ടി ഈസ് വെക്ടർ അഡീഷൻ ഈസ് കമ്മ്യൂട്ടേറ്റീവ്. അപ്പോൾ ഇതിൻ്റെ പ്രൂഫൊക്കെ ഞാൻ ഒന്ന് സ്പീഡിൽ അങ്ങ് പറയുക ചെയ്യാം കേട്ടോ. വീഡിയോ പരമാവധി സെൽഫ് കണ്ടെയ്ൻഡ് ആവണം എന്നുള്ളതുകൊണ്ടാണ് ഞാനിതിൻ്റെ പ്രൂഫ് ഇവിടെ പറയുന്നത്. അപ്പോൾ നിങ്ങൾ മനസ്സിലാക്കുക. അഥവാ ഞാൻ പറയുന്ന പ്രൂഫ് ചിലതൊക്കെ മനസ്സിലാവാത്തതുണ്ടെങ്കിൽ, ഇതിൻ്റെയൊക്കെ പ്രൂഫ് മനസ്സിലാവാത്തതുണ്ടെങ്കിൽ നിങ്ങൾ +2 ബുക്ക് റെഫർ ചെയ്താൽ മതി. ബുക്ക് കയ്യിലില്ലാത്തവർക്ക് NCERTൻ്റെ വെബ്സൈറ്റിൽ അത് അവൈലബിൾ ആണെന്നാണ് എനിക്ക് തോന്നുന്നത്. അവിടെ അതിൻ്റെ PDF എടുത്തിട്ട് നിങ്ങൾ മനസ്സിലാക്കുക. എന്നിട്ടും വല്ല ഡൗട്ടും ഉണ്ടെങ്കിൽ വാട്സപ്പിൽ ചോദിക്കാൻ മടിക്കരുത് കേട്ടോ. സോ പ്രൂഫ് വളരെ സ്പീഡിലൊക്കെ പറഞ്ഞു തീർക്കും. സോ ആദ്യത്തത് വെക്ടർ അഡീഷൻ ഇസ് കമ്മ്യൂട്ടേറ്റീവ്. അതായത് 2 വെക്ടേഴ്സ് എക്സും വൈ ഉണ്ടെങ്കിൽ x+y = y+x. സ്വന്തമായിട്ടൊന്ന് ട്രൈ ചെയ്ത് നോക്കും, ഞാൻ വളരെ പെട്ടെന്ന് ഇവിടെ പ്രൂവ് ചെയ്യാം. ഓക്കെ, ഞാൻ വേഗം പറയാം കേട്ടോ അതിൻ്റെ പ്രൂഫ്. നമുക്ക് 2 വെക്ടേഴ്സ് എക്സും വൈ തന്നു കഴിഞ്ഞാൽ അത് വെച്ചിട്ട് ഇങ്ങനെ ഒരു പാരലോഗ്രാം ഉണ്ടാക്കാം, സ്വന്തം ഉണ്ടാക്കി നോക്കൂ. അപ്പോൾ എന്നിട്ട് ഇതാ ട്രയാങ്കിൾ ഓഫ് വെക്ടർ അഡീഷൻ അപ്ലൈ ചെയ്താൽ x+y, ഇതാ ഈ ട്രയാങ്കിൾ വന്ന് x+y എന്ത് വരും, ഇത് വരും അല്ലേ, ഈ വെക്ടർ വരും. ദിസ് ഈസ് x+y ട്രയാങ്കിൾ ഓഫ് വെക്ടർ അഡീഷൻ ഉപയോഗിച്ച് കഴിഞ്ഞാൽ. അതേപോലെ തന്നെ y+x ട്രയാങ്കിൾ ഓഫ് വെക്ടർ അഡീഷൻ ഉപയോഗിച്ച് ദേ വെക്ടറിന് വരിക. സോ y+x വരുന്നത് ദേ വെക്ടർ. അപ്പം x+y എന്ന് പറഞ്ഞ വെക്ടറും ഇത് തന്നെയാണ്, y+x എന്ന് പറഞ്ഞ വെക്ടറും ഇത് തന്നെയാണ്. സോ വി ഹാവ് x+y = y+x, അത്രയേ ഉള്ളൂ. ഇനി അടുത്ത പ്രോപ്പർട്ടി, വെക്ടർ അഡീഷൻ ഈസ് അസോസിയേറ്റീവ്. അതായത് 3 വെക്ടേഴ്സ് എക്സും വൈയും സെറ്റും തന്നാൽ x+y + z = x+y+z. ഇത് ഞാൻ ഇവിടെ ചിത്രം വരച്ചിട്ട് ഇവിടെ കാണിച്ചിട്ടുണ്ട്. ഞാൻ ജസ്റ്റ് ഒന്ന് പറഞ്ഞുതരാം, ഡൗട്ടൊക്കെ ഉണ്ടാവും, സ്വാഭാവികമാണ്. ഒക്കെ ആലോചിച്ച് നോക്കി, കിട്ടിയില്ല ചോദിച്ചാൽ മതി. ഓക്കെ, സോ 3 വെക്ടേഴ്സ് എക്സും വൈയും സെറ്റും ഇവിടെ മാർക്ക് ചെയ്തിട്ടുണ്ട്. അപ്പോൾ
ഇനി നോക്കുക എക്സും വൈയും കൂട്ടിയാൽ നിങ്ങൾക്ക് എക്സ് പ്ലസ് വൈ ആദ്യം കിട്ടും അല്ലേ. ട്രയാങ്കിളിലോ ഇവിടെ അപ്ലൈ ചെയ്താൽ എക്സ് പ്ലസ് വൈ കിട്ടും. ഇനി ആ എക്സ് പ്ലസ് വൈയും സെഡും കൂട്ടിയാൽ അല്ലേ എക്സ് പ്ലസ് വൈ പ്ലസ് സെഡ്, അതായത് എക്സ് പ്ലസ് വൈ പ്ലസ് സെഡ്. നിങ്ങൾക്ക് ഏതാ കിട്ടുക? ഈ വെക്ടറാണ് കിട്ടുക. നമുക്ക് ആലോചിച്ച് നോക്കട്ടോ, ഡൗട്ടിനെ ചോദിച്ചാൽ മതി. സോ എക്സ് പ്ലസ് വൈ പ്ലസ് സെഡ് താവരും അല്ലേ, എക്സ് പ്ലസ് വൈ പ്ലസ് സെഡ്. അതേമാതിരി തന്നെ ഇനി എന്താ വേണ്ടത്? എക്സ് പ്ലസ് വൈ പ്ലസ് സെഡാണ്. എക്സ് വൈ പ്ലസ് സെഡ് തന്നെ വെക്ടർ ഇതായിരിക്കും. അപ്പം എക്സ് പ്ലസ് വൈ പ്ലസ് സെഡ് ഇത് തന്നെ വരിക. സോ ദിസ് ഇസ് ഈക്വൽ ടു എക്സ് പ്ലസ് വൈ പ്ലസ് സെഡ് അല്ലേ. റെഡി അല്ലേ? ഡൗട്ട് ഉണ്ടാവും, സ്വാഭാവികമാണ് ചോദിക്കുക. ഇവിടെയൊക്കെ എന്താ പറയുക, ആലോചിച്ച് നോക്കിയാൽ മതി. യെസ്. ഇനി തേർഡ് പ്രോപ്പർട്ടീസ്, സ്കാലാർ മൾട്ടിപ്ലിക്കേഷൻ ഈസ് ഡിസ്ട്രിബ്യൂട്ടീവ് ഓർ അഡീഷൻ. അതായത് ഒരു സ്കാലാർ ലാംഡയും രണ്ട് വെക്ടേഴ്സ് എക്സും വൈയും ഉണ്ടെങ്കിൽ ലാംഡ ഇൻറ്റു എക്സ് പ്ലസ് വൈ ഈക്വൽ ടു ലാംഡ എക്സ് പ്ലസ് ലാംഡ വൈ എന്ന് കാണിക്കണം. ഞാനിതിൻ്റെ ഒരു സ്പെഷ്യൽ കേസ് കാണിക്കാം. അതായത് ലാംഡ ഈക്വൽ ടു 2 ആയുള്ള കേസ്. അതായത് 2 ഇൻറ്റു എക്സ് പ്ലസ് വൈ ഈക്വൽ ടു 2x പ്ലസ് 2y എന്ന് കാണിച്ചു തരാം. അപ്പോൾ ഇതിപ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും എങ്ങനെയാണ് സംഭവിക്കുന്നത്. നിങ്ങൾക്ക് വേണമെങ്കിൽ ലാംഡ പോസിറ്റീവ് ആകുമ്പോൾ ഇത് പ്രൂവ് ചെയ്യാം, ലാംഡ നെഗറ്റീവ് ആകുമ്പോൾ പ്രൂവ് ചെയ്യാം, ലാംഡ ഈക്വൽ ടു 0 ആകുമ്പോൾ പ്രൂവ് ചെയ്യാം. ഇനി എല്ലാം ഇത് കാണുമ്പോൾ അതിൻ്റെയൊക്കെ ഒരു ഇൻസൈറ്റ് കിട്ടി ബാക്കിയൊക്കെ ചെയ്താൽ കിട്ടും തോന്നുന്നുണ്ടെങ്കിൽ നിങ്ങൾ അതൊന്നും ചെയ്ത് സമയം കളയേണ്ട. നിങ്ങളിഷ്ടം ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിച്ചാൽ മതി. ഞാൻ ഈ സ്പെഷ്യൽ കേസ് മാത്രമേ കാണിക്കുന്നുള്ളൂ. സോ ഇത് കാണിക്കാൻ വേണ്ടി ഞാൻ ഒരു വെക്ടർ എക്സും വൈയും ഒക്കെ ഇവിടെ മാർക്ക് ചെയ്തു. എന്നിട്ട് അതിൻ്റെ ഇരട്ടി അതായത് 2x മാർക്ക് ചെയ്തു. 2x എന്ന് പറയുമ്പോൾ എക്സിൻ്റെയും 2x ഇതിൻ്റെയും ഡയറക്ഷൻ സെയിം ആയിരിക്കും, മാഗ്നിറ്റ്യൂഡ് പക്ഷേ 2 ടൈംസ് ആയിട്ടാവും. അതല്ലേ നമ്മൾ 2x എന്ന് പറയാം. അതുപോലെ തന്നെ 2y മാർക്ക് ചെയ്തു. അപ്പം ഇതിൻ്റെ ഡയറക്ഷൻ സെയിം ആയിരിക്കും, പക്ഷേ മാഗ്നിറ്റ്യൂഡ് 2 ടൈംസ് ആയിട്ടുണ്ടാവും. അങ്ങനെ 2y മാർക്ക് ചെയ്തു. ഇനി ട്രയാങ്കിൾ ലോ ഓഫ് വെക്ടർ അഡീഷൻ ഉപയോഗിച്ച് കഴിഞ്ഞാൽ ഇതെന്തായിരിക്കും? ഈ വെക്ടർ എന്തായിരിക്കും? എക്സ് പ്ലസ് വൈ ആയിരിക്കും. അതുപോലെ തന്നെ ഈ വെക്ടർ എന്തായിരിക്കും? ഇതിന് രണ്ടേയും സം ആയിരിക്കും, ദാറ്റ് ഈസ് 2x പ്ലസ് 2y ആയിരിക്കും. ഇനി നിങ്ങൾക്കറിയാം ഇതിൻ്റെ ഇതും ഒരേ ഡയറക്ഷനിലാണ്, ഇതും ഒരേ ഡയറക്ഷനിലായതുകൊണ്ട് തന്നെ പിന്നെ ഈ ആംഗിളും സെയിം ആയിരിക്കും അല്ലേ. അത് കിട്ടി. ഈ ആംഗിളും സെയിം ആയിരിക്കും. മാത്രമല്ല ഇതിൻ്റെ ഇരട്ടിയാണിത്. അതൊക്കെ വെച്ചിട്ട് നിങ്ങൾക്ക് മറ്റേ SAS റൂൾ അല്ലേ, അങ്ങനെയല്ല പറയുക, സിമിലർ ട്രയാങ്കിൾസിൻ്റെ ആ SAS റൂൾ ഉപയോഗിച്ച് നിങ്ങൾക്ക് കാണാൻ പറ്റും ഈ രണ്ട് ട്രയാങ്കിൾസ് സിമിലർ ട്രയാങ്കിൾസ് ആണെന്ന് കാണാൻ പറ്റും. അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ ആംഗിളും സെയിം ആണെന്ന് കാണാൻ പറ്റും. അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ വെക്ടറും ഒരേ ഡയറക്ഷനിലാണ് കിട്ടും. മാത്രമല്ല സിമിലർ ട്രയാങ്കിൾ ആയതുകൊണ്ട് എല്ലാ കറസ്പോണ്ടിങ് ആംഗിൾസൊക്കെ ഒരേ പ്രൊപ്പോർഷനിലായി വരുന്നല്ലേ പറയാം. അപ്പോൾ ഇവിടെയൊക്കെ 2 ടൈംസ് ആണ്, ഇതിൻ്റെ 2 ടൈംസ് ആണിത്, ഇതിൻ്റെ 2 ടൈംസ് ആണിത്. അപ്പം ഈ ലെങ്ത്തിൻ്റെ 2 ടൈംസ് ആയിരിക്കും ഈ ലെങ്ത്ത് അല്ലേ. അപ്പോൾ ചുരുക്കി പറഞ്ഞ് ഈ വെക്ടറിൻ്റെയും ഡയറക്ഷൻ സെയിം ആണെന്ന് ഞാൻ പറഞ്ഞു. ഇതിൻ്റെ ഇരട്ടി ലെങ്ത്തിൻ്റെ ഇതിന് ഞാൻ പറഞ്ഞു. അപ്പോൾ അതുകൊണ്ട് തന്നെ ദിസ് വെക്ടർ വിൽ ബി 2 ടൈംസ് ദിസ് വെക്ടർ. അതായത് നിങ്ങൾക്ക് പറയാൻ പറ്റും 2x പ്ലസ് 2y, അതായത് ഈ വെക്ടർ ഇതിൻ്റെ ഇരട്ടിയാണെന്ന് പറയാൻ പറ്റും. ഈസ് ഈക്വൽ ടു 2 ഇൻറ്റു എക്സ് പ്ലസ് വൈ എന്ന് കിട്ടി. ക്ലിയർ അല്ലേ? പോസിറ്റീവ് സ്വന്തം മനസ്സിലാക്കുക. അതായത് ഞാനത് പ്രൂവ് ചെയ്തു. ഓക്കെ, ഡൗട്ടുകളൊക്കെ ഉണ്ടാവും, സ്വാഭാവികം ചോദിക്കാം. ഓക്കെ, അപ്പോൾ ഞാൻ ഈ ഡിസ്കഷൻ ഇവിടെ നിർത്തുകയാണ്. ഞങ്ങൾ ഓൾറെഡി പറഞ്ഞു നമ്മളൊന്നും തിരക്കൂട്ടില്ല, എല്ലാ കൺസെപ്റ്റും വൃത്തിക്ക് മനസ്സിലാക്കിയിട്ടാണ് മുന്നോട്ട് പോവുക. അപ്പോൾ വീഡിയോ ലെങ്തി ആയി പോകേണ്ട വെച്ചിട്ടാണ്. അപ്പോൾ അടുത്ത വീഡിയോയിൽ നമ്മുടെ പ്ലാൻ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ ഈ പ്രോപ്പർട്ടീസ് എല്ലാം ഉപയോഗിച്ചിട്ട് ഈ വെക്ടേഴ്സിനെ നമ്മളിപ്പോൾ ഡയറക്റ്റ് ലൈൻ സെഗ്മെൻറ്റ്സ് വരുമ്പോൾ ചിത്രം വരച്ചിട്ടല്ലേ നമ്മൾ ചെയ്യുന്നത്. അപ്പോൾ അങ്ങനെ അല്ലാതെ ഈ വെക്ടേഴ്സിനെയൊക്കെ നമ്മൾ R3 ഉപയോഗിച്ചിട്ട്, ഒരു പക്ഷേ നിങ്ങൾക്ക് ചിലപ്പോൾ ഓർമ്മ ഉണ്ടാവും, ഓർമ്മയില്ലാത്തൊരൊന്നും ഒരു കുഴപ്പമില്ല, നമ്മളത് വളരെ വൃത്തിക്ക് മനസ്സിലാക്കും. നമ്മൾ അടുത്ത വീഡിയോ ചെയ്യാൻ പോകുന്നത് R3 അല്ലേ, R3 ഉപയോഗിച്ചിട്ട്. R3 നിങ്ങൾക്ക് പരിചയം ഉണ്ടാവില്ലേ, R ക്രോസ് ആർ അല്ലേ. സോ R3 ഉപയോഗിച്ചിട്ട് നമ്മൾ ഈ വെക്ടേഴ്സിനെ മൊത്തം, അതായത് ചിത്രം വരെ ഒന്നും വേണ്ടാതെ R3 ഉപയോഗിച്ചിട്ട് നമ്മൾ ഈ വെക്ടേഴ്സിനൊക്കെ റെപ്രസെൻ്റ് ചെയ്യും. മാത്രമല്ല ഈ വെക്ടേഴ്സ് രണ്ട് വെക്ടറിനെ ആഡ് ചെയ്യാൻ നമ്മൾ ചിത്രം വരച്ചിട്ടല്ലേ, ട്രയാങ്കിൾ ലോ ഉപയോഗിച്ചിട്ടല്ലേ ആഡ് ചെയ്യുക. അതൊന്നും വേണ്ടാതെ തന്നെ ഒരു ചിത്രം ഒന്നുമില്ലാതെ നമ്മൾ R3 ഉപയോഗിച്ചിട്ട് നമ്മൾ വെക്ടേഴ്സിനെ ആഡ് ചെയ്യും. സ്കാലാർ മൾട്ടിപ്ലിക്കേഷൻ ഇതൊക്കെ നമ്മൾ R3 ഉപയോഗിച്ചിട്ട് വളരെ വൃത്തിക്ക് ചെയ്യുന്നേക്കാം. ഇറ്റ്സ് വെരി ഇൻട്രസ്റ്റിംഗ്. എനിക്കത് ഇൻട്രസ്റ്റിംഗ് ആണ് അങ്ങനത്തെ കാര്യങ്ങളൊക്കെ. സോ അതാണ് അടുത്ത വീഡിയോ ചെയ്യാൻ പോകുന്നത്. ഈ വെക്ടേഴ്സ് നമ്മൾ R3 ഉപയോഗിച്ചിട്ട് വളരെ ഈസി ആയിട്ട് കൈകാര്യം ചെയ്യും. അവിടെ ഒരു രസമുണ്ട്. അതായത് നമ്മൾ ഫസ്റ്റ് വീഡിയോയിൽ എന്താ നമ്മൾ പറഞ്ഞത്, നമ്മൾ റിയൽ നമ്പേഴ്സ് ഉപയോഗിച്ചിട്ട് നമ്മൾ പല കാര്യങ്ങളും കൈകാര്യം ചെയ്യുന്നതിനെക്കുറിച്ചൊക്കെ നമ്മൾ ഡിസ്കസ് ചെയ്തതിന് ശേഷം നമ്മൾ പറഞ്ഞു റിയൽ നമ്പേഴ്സ് ഉപയോഗിച്ചിട്ട് ഡിസ്കസ് ചെയ്യാൻ പറ്റാത്ത ക്വാണ്ടിറ്റീസ് ലോകത്തുണ്ടെന്ന് പറഞ്ഞിട്ട് നമ്മൾ ആരെ കൊണ്ടുവന്നത് വെക്ടേഴ്സ്, ഡയറക്റ്റ് ലൈൻ സെഗ്മെൻറ്റ്സ് ഒരു എക്സാമ്പിളൊക്കെ ഇട്ട് നമ്മൾ പറഞ്ഞത്. പക്ഷേ നമ്മൾ അടുത്ത വീഡിയോ എന്താ ചെയ്യാൻ പോകുന്നത്, ഈ വെക്ടേഴ്സിനെ നമ്മൾ R3 ഉപയോഗിച്ചിട്ട് ഡീൽ ചെയ്യുന്നു. R3 പറഞ്ഞാൽ എന്താ, റിയൽ നമ്പേഴ്സിലെ ഉപയോഗിച്ചിട്ട് തന്നെ ഉണ്ടാക്കുന്നത് R ക്രോസ് ആർ.
അപ്പോൾ ചുരുക്കി പറഞ്ഞാൽ നമ്മൾ ഫസ്റ്റ് വീഡിയോയിലേക്ക് തിരിച്ചു പോവുകയാണ് ഒരു ചെറിയ അർത്ഥത്തിൽ അടുത്ത വീഡിയോയിൽ. റിയൽ നമ്പേഴ്സ് ഉപയോഗിച്ചിട്ട് കൈകാര്യം ചെയ്യാൻ പറ്റാത്ത ക്വാണ്ടിറ്റീസിനെ ഡീൽ ചെയ്യാനാണ് നമ്മൾ വെക്ടേഴ്സ് കൊണ്ടുവന്നത്. പക്ഷേ ആ വെക്ടേഴ്സിനെ നമ്മൾ അടുത്ത വീഡിയോയിൽ റിയൽ നമ്പേഴ്സിനെ ഉപയോഗിച്ചിട്ട് മറ്റൊരു രീതിയിൽ, അതായത് R3 ഉപയോഗിച്ചിട്ട് നമ്മൾ റിയൽ പിന്നെ വെക്ടേഴ്സിനെ ഡീൽ ചെയ്യാൻ പോവാണ്. ആ ഒരു അർത്ഥത്തിൽ അത് വളരെ രസകരമാണ്. അപ്പോൾ അത് നന്നായിട്ട് മനസ്സിലാക്കി കഴിഞ്ഞാൽ പിന്നീട് നമുക്ക് വെക്ടർ സ്പേസ് ഡിഫൈൻ ചെയ്യാം. അത് അടുത്ത വീഡിയോയിൽ നമുക്ക് പറയാനെക്കുറിച്ച്, ചിലപ്പോൾ അടുത്ത വീഡിയോയിൽ തന്നെ ഞാനത് ഡെഫിനിഷൻ കംപ്ലീറ്റ് ചെയ്യും. ഇനി അല്ലെങ്കിൽ അടുത്ത വീഡിയോയിൽ R3 നാളെ വൃത്തിക്ക് മനസ്സിലാക്കിയതിന് ശേഷം അതിൻ്റെ അടുത്ത വീഡിയോയിൽ ഞാൻ വെക്ടർ സ്പേസ് ഡിഫൈൻ ചെയ്തു. അങ്ങനെ അങ്ങ് പോവാം. നമുക്ക് പിന്നീട് നമ്മൾ എന്ത് ചെയ്യുമെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളെ ഫസ്റ്റ് വീഡിയോയിൽ പറഞ്ഞിരുന്ന റെഫറൻസ് ബുക്കുകളിലേക്ക് അങ്ങ് ഇറങ്ങി കഴിയാം. അവിടെയുള്ള തിയറങ്ങളും പ്രൂഫുകളും പ്രോബ്ലങ്ങളും അത് എക്സസൈസൊക്കെ മുഴുവൻ നമ്മൾ ചെയ്യും. പ്രീവിയസ് ക്വസ്റ്റ്യൻ പേപ്പേഴ്സിലേക്കൊക്കെ പോകും. നമ്മൾ എക്സാം ഓറിയൻറ്റഡ് ആയിട്ടും കൺസെപ്റ്റ് ഓറിയൻറ്റഡ് ആയിട്ടുള്ള ഡീറ്റെയിൽഡ് ഡിസ്കഷൻസിലേക്ക് നമ്മൾ പോകും കേട്ടോ. നൈസ്.